നമസ്കാരം. കട്ടൻ ചായ 94-ാം അധ്യായത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ സന്തോഷ വാർത്ത, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് 2202 പേരായി. ഇവരെ എല്ലാവരെയും ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് നമ്മുടെ വർക്ക് ആരംഭിക്കാം. ചായയുടെ ആവശ്യത്തിന് വേണ്ട സാധനങ്ങൾ: വെള്ളം, ചായയുടെ ഇല, സ്പൈസസ്, സ്വീറ്റ്നർ. അതിന് ഇടാനുള്ള പാത്രങ്ങൾ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്നു. തിളപ്പിക്കുന്നതിനുള്ള പാത്രം, ചെരുവൻ, അതിനകത്ത് ഒഴിക്കേണ്ട വെള്ളം, 1 ഗ്ലാസ് വെള്ളം, അതിലേക്ക് ഇടേണ്ട തേയിലയുടെ ബ്രാൻഡ്, പിന്നെ സ്വീറ്റ്നർ, കറുവാപ്പട്ട, ഏലക്കയുടെ മിശ്രിതം, അതെല്ലാം സെറ്റാക്കി വെച്ചിരിക്കുന്നു. പിന്നെ തേയില, സ്പൂണ്, സ്വീറ്റ്നർ, ഇതെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുന്നു. വെള്ളം തിളപ്പിക്കുന്നതിന് വേണ്ടി സ്റ്റൗ ഓൺ ചെയ്യുന്നു. അതിലേക്ക് പാത്രം എടുത്ത് വയ്ക്കുന്നു. പാത്രത്തിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നു. അതിന് പുറകെ തേയിലയും കറുവാപ്പട്ടയും ഉള്ള മിശ്രിതം ഇടുന്നു. ഇനി വെള്ളം തിളയ്ക്കണം. വെള്ളം തിളയ്ക്കുന്നതിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നു. അപ്പോൾ അതിനിടയ്ക്ക് ഈ പ്രോഗ്രാം താമസിച്ചു പോയതിൻ്റെ കാരണം ഇത്രയേ ഉള്ളൂ. ഞാൻ ആദ്യം റെക്കോർഡ് ചെയ്തത്, അതിൻ്റെ സൗണ്ട് കൊടുത്തത് ഒരു ക്ഷേത്രാങ്കണത്തിൽ വെച്ചായിരുന്നു. അപ്പോൾ അവിടെ പാടിക്കൊണ്ടിരുന്ന പാട്ട് നമ്മൾ ഇതിനകത്ത് ഇരിക്കട്ടെ എന്ന് വെച്ചിട്ട് അതിൻ്റെ കൊടുത്ത് റെക്കോർഡ് ചെയ്തു. പക്ഷേ അത് അപ്ലോഡ് ചെയ്തപ്പോൾ മനസ്സിലായി അതിന് കോപ്പിറൈറ്റ് വന്നു ആ പാട്ടിന്. അതുകൊണ്ട് ഞാനത് പിന്നെ രണ്ടാമത് അതിനെ റീലോഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വീണ്ടും ചിത്രീകരിച്ചു വീട്ടിൽ വന്നപ്പം. അപ്പോൾ ആ സ്വീറ്റ്നർ നമ്മൾ ഇട്ടു. ഈ പാത്രത്തിലേക്കാണ് നമ്മൾ ചായ അരിച്ചെടുക്കേണ്ടത്. അപ്പോൾ അത് സെറ്റാക്കി അതവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്നു. അപ്പം നമ്മൾ ആ വെള്ളം തിളച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിൻ്റെ അതിനെ നമ്മൾ അത് നിർത്തുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ സ്വിച്ച് ഓഫ് ചെയ്യണം. സ്വിച്ച് ഓഫ് ചെയ്യാൻ സമയമായിരിക്കുന്നു. സ്വിച്ച് ഓഫ് ചെയ്തു. വെള്ളത്തിൻ്റെ തിള നിന്ന് അതിലേക്ക് നമ്മൾ ആ തേയില ഇട്ടു. തിളച്ച വെള്ളത്തിലേക്ക് ഇടുന്ന തേയിലയാണത്. ഇനി തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഇതൊരു 3 മാസമായിട്ട് ഈ പ്രോഗ്രാം നമ്മൾ നടത്തുന്ന പാത്രത്തിലിരുന്ന ചായയുടെ ഇല മുഴുവൻ തീർന്നു. അപ്പോൾ അത് ഫിൽറ്റർ ചെയ്യേണ്ട സമയമായി. അത് കുറച്ച് സമയം ഇരിക്കുമ്പോഴാണ് അതിൻ്റെ കളറ് മാറി വരുന്നത്. ലൈറ്റ്, മീഡിയം ആൻഡ് ഹാർഡ്, അങ്ങനെ 3 കളറാണ്. ഇപ്പോൾ നമ്മൾ ആ മീഡിയം കളറിലാണ് അത് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ ഫിൽറ്റർ ചെയ്യുന്നു. അപ്പോൾ ആ സ്വീറ്റ്നർ നമ്മൾ നേരത്തെ ആ മഗ്ഗിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ കപ്പിലേക്ക് ഒഴിക്കണം. കപ്പിലേക്ക് ഒഴിക്കുന്നു. അപ്പോൾ അരിച്ചേച്ചും കപ്പിലോട്ട് ഒഴിക്കുമ്പോൾ നമുക്ക് ആ ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള 3 കൈയുടെ ആവശ്യമില്ലാതാകുന്നു. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഒരു കയ്യിൽ ക്യാമറ വെച്ചിട്ടാണ് നമ്മളിതൊക്കെ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റാൻഡിൽ വെച്ച് കഴിഞ്ഞാൽ ഫോക്കസിങ്ങിൻ്റെ വിഷയമുള്ളതുകൊണ്ട് സ്റ്റാൻഡ് ചെയ്യാൻ ഉപേക്ഷിച്ചു. അപ്പോൾ അത് തമ്പനെയിലിന് വേണ്ടിയിട്ട് അത് നമ്മളൊന്ന് അതിൻ്റെ 1-2 സ്റ്റില്ലുകൾ എടുത്തിട്ടാണ് പിന്നെ ബാക്കി പണികൾ. ഇത് നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി ടേബിളിലേക്ക് കൊണ്ടുപോയി അവിടെയും 1-2 സ്റ്റില്ലുകൾ എടുക്കുന്നുണ്ട്. അത് തമ്പനെയിലിന് ഏതാണോ നല്ലത് അത് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ബൈബിൾ നമ്മൾ വളരെ ആദരവോടുകൂടി എടുത്തുകൊണ്ട് വന്നു. ഇന്ന് വായിക്കേണ്ട വചനം 13-ാം തീയതിയിലെ ഡെയിലി ബ്ലെസ്സിങ് എന്ന് പറയുന്ന പ്രോഗ്രാമിൽ ഫാദർ മാത്യു വയലാമണ്ണിൽ അച്ഛൻ നൽകുന്ന ആ വചനമാണ്. 1 മർക്കോസ് 29-30. ഞാനത് വായിക്കാം. മർക്കോസ് അധ്യായം 1. ശിമയോൻ്റെ അമ്മായിയമ്മ. 29. യേശു സിനഗോഗിൽ നിന്നും ഇറങ്ങി യാക്കോബിനോടും യോഹന്നാനോടും കൂടെ ശിമയോൻ്റെയും അന്ത്രയോസിൻ്റെയും ഭവനത്തിലെത്തി. 30. ശിമയോൻ്റെ അമ്മായിയമ്മ പനി പിടിച്ച് കിടപ്പായിരുന്നു. അവളുടെ കാര്യം അവർ അവനോട് പറഞ്ഞു. വചനം ഇവിടെ തീർന്നു. ഈ പ്രോഗ്രാം കണ്ട് എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. നാളെ വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ. ആൻഡ് ദിസ് ഈസ് ദ എൻഡ് ഓഫ് ദ പ്രോഗ്രാം. ശുഭം.